ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. മനസ്സിൻ്റെ സകല ഭാരങ്ങളും ഗുരുവായൂരപ്പന് മുന്നിൽ ഇറക്കി വെച്ച് അനുഗ്രഹം നേടി മടങ്ങിപ്പോകുവാനാണ് ഭക്തന്മാർ ഇവിടെ എത്തുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ ദർശനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിർമ്മാല്യ ദർശനത്തിനാണ്. ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യം തൊഴാനായി അഭൂതപൂർവമായ തിരക്കാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. എന്താണ് ഗുരുവായൂരിലെ നിർമ്മാല്യത്തിൻ്റെ പ്രത്യേകത? പറയാം, ഭക്തിപൂർവം കേട്ടോളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ചടങ്ങാണിത്. തലേന്ന് നട അടയ്ക്കുന്നതിന് മുൻപ് വിഗ്രഹത്തിൽ ചാർത്തിയ മാലകളും പൂക്കളും ഒക്കെ എടുത്തു മാറ്റുന്നതിന് മുൻപായി കൃഷ്ണവിഗ്രഹത്തെ ദർശിക്കുന്ന ഈ സമയത്ത് തലേന്നത്തെ എല്ലാ അലങ്കാരങ്ങളും കൃഷ്ണനിൽ കാണാം. ക്ഷേത്ര ദർശനം ആരംഭിക്കുന്നതും ഈ ചടങ്ങോടെയാണ്. നിത്യവും പുലർച്ചെ 2:30 മണിയോടെ രുദ്രതീർത്ഥത്തിൽ നിന്നും കുളി കഴിഞ്ഞെത്തുന്ന മേൽശാന്തി 3 മണിയോടെ നട തുറക്കും. നാരായണീയവും ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനവും ഒപ്പം ശംഖനാദവും തകിലും നാദസ്വരവും മുഴങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഭഗവാനെ പള്ളിയുറക്കത്തിൽ നിന്നും പള്ളി ഉണർത്തുന്നു. പുലർച്ചെ 3 മണി മുതൽ 3:20 വരെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശന സമയം. ഇതിനായി പുലർച്ചെ 2 മണി മുതൽ തന്നെ ഭക്തന്മാർ ക്ഷേത്രത്തിലെത്തും. വിശ്വരൂപത്തിലാണ് ഭഗവാൻ ഈ നിർമ്മാല്യ സമയത്ത് ദർശനം നൽകുന്നത്. ഇത് ദർശിക്കുന്നവരുടെ സർവ്വപാപങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. രാത്രി മുഴുവൻ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടാകുന്ന ചൈതന്യം വിശ്വാസികളിലേക്ക് വരുന്ന സമയമാണിതെന്നും പറയപ്പെടുന്നു. ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകുവാനും ജീവിതത്തിൽ ഉന്നതിയും ഐശ്വര്യവും നേടുവാനും ഈ വിശ്വരൂപ ദർശനം സഹായിക്കും എന്നും കരുതപ്പെടുന്നു. സർവ്വദോഷങ്ങളും മാറി സർവ്വഭാഗ്യവും ലഭിക്കുവാനും നിർമ്മാല്യ ദർശനം സഹായിക്കുമത്രേ. നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ 3:20 മുതൽ 3:30 വരെ എണ്ണയഭിഷേകം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം എന്നീ ചടങ്ങുകളാണ് നടക്കുന്നത്. ബിംബത്തിൽ നിന്നും എണ്ണമെഴുക്ക് നീക്കുന്ന ചടങ്ങാണ് ആദ്യം. നല്ലെണ്ണയിൽ അഭിഷേകം നടത്തിയ പയറുപൊടിയോ വാകപ്പൊടിയോ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഈ സമയത്തും ദർശനം നടത്താം. നാമം ജപിച്ച് ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത്. വാകച്ചാർത്ത് കഴിഞ്ഞാൽ ശംഖാഭിഷേകമാണ്. ശംഖാഭിഷേകത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ ദാരിദ്ര്യം മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അഭിഷേകം കഴിഞ്ഞാൽ പള്ളിനീരാട്ട്, തുടർന്ന് മലർ നിവേദ്യമാണ്. അതിനുശേഷം വിഗ്രഹാലങ്കാരം നടക്കും. പിന്നീട് ഭക്തന്മാരുടെ ഒരു ഒഴുക്കാണ് കണ്ണനെ കാണാൻ. അങ്ങനെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ നവകാഭിഷേകം കഴിഞ്ഞു, ശംഖാഭിഷേകം കഴിഞ്ഞു, നളിനവിലോചനൻ ഗുരുവായൂരപ്പൻ്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു. എല്ലാ ഗുരുവായൂരപ്പ ഭക്തന്മാർക്കും GPS മീഡിയയുടെ സർവ്വ ഐശ്വര്യങ്ങളും സദാ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും നേർന്നുകൊള്ളുന്നു.